വെൽക്കം ടു ലെജൻസ്. നമുക്ക് പുതിയ ചേർന്ന വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റ് ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബാഗൽപൂർ പ്രൊഡക്ഷൻ ആണ്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബാട്ടിക്കിന്റെ പ്രിന്റ് വന്നുകൊണ്ടിരുന്ന ഒരു ഐറ്റമില്ലേ, ഖാദി കോട്ടൺ, ഖാദി സിൽക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്നിരുന്ന ആ ഒരു പേരിൽ വന്നിരുന്ന ആ സെയിം ഫാബ്രിക്കിൽ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. ഇത് ഒരു വെറൈറ്റി ലുക്ക് തരും. ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷൻ ആണ്. ഇത് ഡബിൾ ടോണിലാണ് വരുന്നത്. കറക്റ്റ് ഒരു കളർ ചിലപ്പോൾ അങ്ങനെ കിട്ടത്തില്ല, കാരണം ഒരു ലൈറ്റ് ബ്രൗണും ഗ്രീനും എല്ലാം അവിടെ മിക്സ് ആയിട്ടാണ് ഇതിന്റെ വീവിംഗ് പാറ്റേൺ പോകുന്നത് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ കളർ കാണാനായിട്ട്. അതിന്റെ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല രസമുള്ളൊരു മെറൂണിന്റെ, റെഡും മെറൂണിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. യോക്കിലാണ് ആ ഒരു വർക്ക് കേട്ടോ. യോക്കിൽ ആ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു 48-49 എബോ ലെങ്ത് തയ്ക്കാൻ കിട്ടും. ദുപ്പട്ടയും നല്ല ലെങ്ത് ആട്ടോ. നല്ല വീതിക്ക് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിലും കൊടുത്തേക്കുന്നത്. നല്ല കളേഴ്സ് ആട്ടോ. സെലക്റ്റീവ് ആയിട്ട് കുറച്ച് കളേഴ്സ് മാത്രമേ ഇതിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഇത് നല്ല ലെങ്തിയാണ്. നല്ല ഹൈറ്റും വെയിറ്റുകളൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുന്നു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതുപോലെയാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത്. വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഷാമ്പു വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ നമ്പർ വരുന്നത് P122, റേറ്റ് 1380 മാത്രമേ. 1380. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പീച്ച് കളറാട്ടോ. ഇതും അടിപൊളിയാണ് കാണാൻ. നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് മെയിൻ ആയിട്ട് അതിന്റെ അട്രാക്ഷൻ. പിന്നെ മെറ്റീരിയലും നല്ലതാണ്. ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷുള്ള ഫാബ്രിക് ബ്ലെൻഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. നമുക്ക് കോട്ടൺ ആയിട്ട് പറയാൻ പറ്റില്ല, ഖാദി കോട്ടൺ എന്നോ ഖാദി സിൽക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഫാബ്രിക് ആട്ടോ. അപ്പൊ അതിന് ഒരു ഡിഫറെന്റ് ലുക്ക്, ആ സാറിന് വരുന്നേക്കാളും കുറച്ച് ഡിഫറെന്റ് ലുക്ക്. വീവിങ് ഒക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുണ്ടല്ലേ, കളറൊക്കെ നമുക്ക് മിക്സഡ് ആയിട്ട് വരും. ലൈറ്റ് ഗ്രീൻ്റെ ടോൺ എല്ലാത്തിലും ചെറുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ് പീച്ചൂടെ മിക്സ് ആയിട്ട്. ബോട്ടം സെയിം തന്നെ കേട്ടോ. സെയിം ഫാബ്രിക് ഇതുപോലെ വരും. നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് മുക്കിയാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ നമ്പർ വരുന്നത് P123, റേറ്റ് 1380. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ്റെ ഷെയ്ഡ് ആട്ടോ. ഗ്രീൻ്റെ തന്നെ ഡാർക്കർ കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഗ്രീനും കുറച്ച് യെല്ലോയും കൂടെ കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം തന്നെ ഫാബ്രിക്. അതിലും ആ ഒരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ വീവിങ്ങിന്റെ അകത്ത് ഒരു നമുക്കൊരു ജ്യൂട്ട് ഫിനിഷ് ഒക്കെ തോന്നിക്കും. നല്ല ഭംഗിയാട്ടോ. ഒരു വെറൈറ്റി ലുക്കാണ്. ഇതിന്റെ ഫുൾ വീലിങ്ങിന് വരും. നല്ല ലെങ്തിയാണ്. നല്ല ഹൈറ്റ് കൊടുക്കും പറ്റും. കാരണം ടോപ്പ് ഒരു 50 ലെങ്ത് ഉണ്ട്. ദുപ്പട്ട 2.5 ഉണ്ട്. ഇതിന്റെ നമ്പർ വരുന്നത് P125, റേറ്റ് 1380. ഇതിലെ നാലാമത്തെ ഷെയ്ഡ് ഇതും ഒരു പീച്ച് തന്നെയാണ്. മുമ്പേ കാണിച്ചേക്കാൾ കുറച്ചുകൂടി ഡാർക്കർ ഉള്ളതേ ഉള്ളേ. ഇതിന്റെ അതും ആ ഒരു പീച്ചിന്റെ തന്നെ പിങ്കും പീച്ചൊക്കെ ചേർന്നിട്ടുള്ള ഡിസൈനിലാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. നല്ല വീതിക്കാട്ടോ ദുപ്പട്ടയുടെ വർക്ക്. ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നേരത്തെ വന്നിരുന്ന പോലെ ഇങ്ങനെ ഭയങ്കര പറന്ന് നിൽക്കത്തില്ല. ഇത് ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ഇടാനും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. എങ്ങനെ വേണ്ട രണ്ട് സൈഡിലൊക്കെ ഇടുന്നവരാണെങ്കിലും നന്നായിട്ട് ഇടാൻ പറ്റും. ബോട്ടം സെയിം ഫാബ്രിക് തന്നെയാണ്. ഇതിന്റെ നമ്പർ വരുന്നത് P124, റേറ്റ് 1380 മാത്രമേ. 1380.